ജാൻമണിയാ ജാൻമണി തോന്നി. എന്നാലും ലോറിങ് കാണിക്കാറുണ്ടല്ലേ ഞങ്ങൾ. ഞാൻ ബിഗ് ബോസ് വിന്നർ ആയതിൽ അസൂയയും കുശുമ്പും ഉള്ള കുറെ ആൾക്കാരുണ്ട്. ആർക്കും അസൂയല്ല, എല്ലാവർക്കും എന്നോട് സ്നേഹമുള്ളൂ. ചങ്കായിട്ടുള്ള തൊപ്പി ഞാനും കൂടി ഒരു വീഡിയോ ഒക്കെ ചെയ്തതിന് PR ഒന്ന് എടുത്ത് പൊക്കി പിടിച്ചു നടക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. തൊപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ എങ്ങനെയാണെന്നല്ല നോക്കുക, നമ്മളോട് എങ്ങനെയാണെന്ന് നോക്കണം. മറ്റുള്ളവരുടെ കൂടെ എങ്ങനെയാണെന്നല്ല, നമ്മളോട് എങ്ങനെയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ചാനലിലൂടെ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സുന്ദരികളായ പെൺകുട്ടികളെല്ലാം ആ പൊട്ടന്റെ ഫാനാ. എനിക്ക് ആരും ഇല്ലെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. ഞാനിങ്ങനെ സ്ലിം ആവാൻ ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. കാരണം ബിഗ് ബോസ് ആണ് ഇപ്പൊ എന്നെ മേക്ക് ഓവർ ചെയ്തത്. കാരണം ഇപ്പൊ സിനിമയൊക്കെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ പഴയ കോലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിൽ വല്ല ഗുണ്ടയായിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. വേഷങ്ങൾ ദൈവങ്ങൾ, വേഷം മാറാ നിമിഷങ്ങൾ, ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിതവേഷം. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ തുടക്കം എപ്പോഴും പറയും, നമ്മൾ എത്തി നിൽക്കുന്ന ഒരു മൊമെന്റിനേക്കാൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ദിവസം ആ ഒരു ബിഗ് ബോസിന്റെ വലിയ ആ ഒരു വാതിൽ തുറന്ന ഒരു സമയമുണ്ട്. അതിന്റെ അകത്തോട്ട് ആ ഒരു നിമിഷം ഓർക്കുന്നോ? അത് എങ്ങനെയായിരുന്നു? തീർച്ചയായും ഉണ്ട്. അത് ഞാൻ ചെല്ലുമ്പോ ഗേറ്റ് തുറന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മള് ആദ്യം കാണുന്ന അൻസിബേനാണ്. അൻസിബ കഴിഞ്ഞിട്ട് ഞാനാ ചെല്ലണത്. ഓക്കെ. അപ്പൊ അൻസിബോട് ചെന്ന് പറഞ്ഞു ഹായ്. അൻസിബോട് ആദ്യം പറഞ്ഞിട്ട് തടിയൊക്കെ കുറയ്ക്കാനാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഹൗസിൽ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പോകുന്നതിന് പ്രൊഫഷണൽ എന്താ നമ്മുടെ വായിന്നതേ വരുള്ളൂ. നമ്മളത് പറഞ്ഞു. പിന്നെ ഞാൻ ആ ജയിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ജയിലിൽ പിടിച്ചിട്ട് തന്നെ പറഞ്ഞു ഇതിനകത്ത് ആദ്യം കിടക്കാൻ പോണ ഞാനന്ന്. വെറുതെ പറഞ്ഞു, സത്യം പറഞ്ഞ അവിടെ തന്നെ കിടന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്ന് ആ വാതിൽ തുറന്ന് കടന്നു വന്ന പോലെ ഇന്ന് ഈ വേദിയുടെ വലിയ വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. ചെറിയൊരു സെഗ്മെന്റിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. ചാരികയുടെ പേരിലുള്ള പാട്ട് വരുന്നു, മെഹർ വരും, മെഹറിന്റെ പേരിൽ പാട്ട് വരുന്നു, റോഹൻ എന്നുള്ള പേരിലുള്ള പാട്ടൊന്നുമില്ലേ? എനിക്ക് രണ്ടൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ ക്ഷമിക്കുന്നു, എഴുതേണ്ടി വരും. ഞാൻ രതീഷേനെ എഴുതിക്കോളാം. യെസ്. എന്തായാലും മെഹർ എന്തായാലും വന്ന ഉദ്ദേശിച്ച ഇടിക്കുള്ള പരിപാടിയാണോ? ജനജന്റെ പിള്ളേരോട് ഇരിക്കുന്നുണ്ട്. ഒരു ഇതിൽ നിന്ന് ഒന്നും നടക്കില്ല. അങ്ങനെയാണോ? എന്നിരിക്കും നോക്കട്ടെ. ഒപ്പിരിക്കണോ? എന്തായാലും തൽക്കാലം മെഹർ ഇവിടെ ഇരിക്കും. എന്താണ് സംഭവം നടക്കാൻ പോകുന്നത് നോക്കട്ടെ. ഇല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെ ഇരിക്കണോ ഞാൻ? അടുത്തിരുന്നോ ചേട്ടന്? ഓക്കെ. അപ്പൊ ചേട്ടാ, ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ? ഈ ഒരു സെഗ്മെന്റ് ആയിട്ടാ വന്നേ. സെഗ്മെന്റിന്റെ പേരാണ് ചക്കം പക്കം. ചക്കം പക്കം. നല്ല പേര് അല്ലേ? ചക്കം പക്കം. ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ടുണ്ടല്ലോ. വാടകയ്ക്ക് എടുത്തതാ. എങ്ങനെയുണ്ട്? നല്ലതാ. ചേട്ടാ ഇതൊന്നും ഊരി തരുമോ? ഇത് പറ്റണം അടിക്കുന്ന പോലെ ദൂരണോ? ഷോക്കിട്ടതാ. ചേട്ടൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കാണാൻ. താങ്ക് യു. ഞാൻ കൊള്ളില്ല. അല്ല, ചേട്ടനെക്കാട്ടിലും ഭംഗിയുണ്ട്. ഉണ്ട്. ഒരു കൈ കൊടുത്ത ചിന്ന ചേട്ടൻ ഫാൻസിന് സന്തോഷാവട്ടെ. അപ്പം എന്റെ സെഗ്മെന്റിന്റെ പേരെന്താന്ന് വെച്ചാൽ ചക്കം പക്കം. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. പക്കം എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറച്ച് ടാസ്കുകളായിരിക്കും. അപ്പം ചക്കത്തില് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കും. അപ്പൊ അത് യെസ് ആണെങ്കിൽ ഇത് വെച്ചിട്ട് രോഹൻ ചേട്ടൻ ഒരു ഇടി ഇടിക്കാം. ഇത് ഞാൻ ചോദിച്ചത് നീ വിട്ടിരുന്നാ മതിയോ? ഇല്ല വേണ്ട, ചേട്ടൻ ഒരു ഇടി വെച്ച് കൊടുക്കാം. ഓക്കെ. ഇത് മാക്സിമം അത് ഇടിക്കുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തോളൂ. കൊടുക്ക. അത്യാവശ്യം ഇടി ഇടിച്ചുള്ള മനുഷ്യനാണ്. കുറച്ച് അടുത്തോട്ടിരുന്നോ? ബ്ലാക്ക് ബെൽറ്റ് ആണ്. എത്തി വന്നിരിക്കേണ്ടി വരും. അത് കുറച്ച് അകലെ ഒരു കയ്യേലും പാലിക്കാന്ന് പറയില്ല, അതുപോലെ ഇരിക്കുകയാണ് നല്ലത്. ഇരിക്കട്ടെ. കുറച്ചും കൂടെ. ഇനി വേണോ? അല്ലെങ്കിൽ ചേട്ടൻ രണ്ടടിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ആവട്ടെ. കൊറേ പേരെ ഹോട്ട് സീറ്റിൽ ഇരുത്തി. വേണ്ട, തൽക്കാലം ഇതിലേക്ക് കിടക്കും. ചേട്ടാ സെറ്റ് അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു പഴയ കുറച്ച് എങ്ങോട്ട് ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കണേ. ലെഫ്റ്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇരുന്നുള്ളൂ. വേണമെങ്കിൽ അങ്ങോട്ട് ഇരിക്കാനാണോ? അപ്പൊ നമുക്ക് ചക്കത്തിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചക്കാണ്. ബിഗ് ബോസിൽ 100 ദിവസം നിന്നതോടെ എന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോയി.
ശരിയാണെങ്കിൽ ഇടിക്കണം. ആ. പിന്നെ നീ തെറ്റെന്നേലൊക്കെ പറഞ്ഞു കൊടുത്തേ ശരിക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല, കുറച്ച് മുറുക്കൊക്കെ ഇടിക്കേ. ആര്? ഉണ്ട്. കുറച്ചേരം ചേട്ടൻ ഇവിടെ എടുത്ത് പൊരിച്ചതല്ല. ജിന്റെ ചേട്ടനാണെങ്കിൽ ജിന്റെ ചേട്ടൻ പണ്ട് ഈ ഗോദ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫീൽ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ലേ, ഒരു കളത്തിൽ ഇറങ്ങിയ പോലെ. ആ, നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. പക്കത്തിൽ എന്താന്ന് വെച്ചാല്, അപ്പൊ ഞാനാണെങ്കിൽ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരും. ചേട്ടാ അതാരാന്ന് പറയണം. ഓക്കെ, ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, തുടങ്ങാം. നോറയാണോ? അയ്യോ അല്ല, ജാൻമണിയാണോ? ജാൻമണിനെ പോലെ തോന്നിയില്ല. ജാൻമണിനെ പോലെ തോന്നിയില്ല. ജാൻമണി തോന്നി, എന്നാലും എന്താ നോറയും കാണിക്കാറുണ്ടല്ലേ ഞങ്ങൾ? നെഞ്ചത്തിരിക്കലുണ്ട്. നെഞ്ച് ധരിക്കണ എന്തായാലും ജാൻമണി അടിക്കാറുള്ളൂ. ഐഡിയ വേസ്റ്റ് ആയി. അടുത്ത ചോദ്യത്തിലോട്ട് പോക്കോ. എന്തേ? കറക്റ്റ് അല്ല, രണ്ടാമത് പറഞ്ഞു. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. അടുത്തത്, ഞാൻ ബിഗ് ബോസ് വിന്നർ ആയതിൽ അസൂയയും കുശുമ്പും ഉള്ള കുറെ ആൾക്കാരുണ്ട്. ഇന്ത്യക്ക് ഇടിക്കണം, അതാണ് ഉദ്ദേശം അവളുടെ. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്ക് ചേട്ടാ. ആർക്കും അസൂയല്ല, എല്ലാവർക്കും എന്നോട് സ്നേഹമുള്ളൂ. ഇല്ലേ? ഇല്ല, ചില മറുപടികൾക്ക് ഇടി മാത്രല്ല കയ്യടി ആവാട്ടോ, അല്ലേ? യെസ്, എന്റെ ഉദ്ദേശം നടക്കില്ല. ചേട്ടാ സത്യമാണോ? സത്യമാണോ? ഉറപ്പാ? അല്ല, ചേട്ടന് അസൂയുണ്ടെന്നല്ല, ചേട്ടനോട് അസൂയുണ്ടോന്ന്. ആ ചേട്ടാ, ആർക്കും ചേട്ടനോട് അസൂയില്ല? ഉറപ്പാ? പിന്നെ ആണോ? അത് നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. സ്നേഹം മാത്രം. സ്നേഹം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പല പോവാം. രൂപത്തിലേ നമുക്ക് കിട്ടണുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരാളെ ആക്ട് ചെയ്ത് കാണിച്ചു തന്നില്ല, ചേട്ടൻ ഒരാളെ ആക്ട് ചെയ്ത് കാണിച്ചു തരണേ. ഞാനാ? ആ, അത് പേര് പറയാതെ ഇഷ്ടമുള്ള ഇല്ല, ഒരാളെ ചേട്ടൻ ഇഷ്ടമുള്ള ഇവരെല്ലാവരും, പിന്നെ നമ്മൾ പറയാം. എനിക്ക് അങ്ങനെ അവിടെ ആരും അറിയില്ല. ആരെങ്കിലും ഒരാൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതാരാണെന്നുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കൂടി പറയുകയാണെന്ന് നല്ലതായിരിക്കും, അല്ലെ? അതെ, ഇഷ്ടമുള്ളത് ഇമിറ്റേറ്റ് ചെയ്യാം. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയ്യടി കൊടുക്ക്. അറിയാൻ പാടാത്ത കാര്യം എങ്ങനെ ചെയ്യാം? ആരെങ്കിലും ഒരാൾ ഇമിറ്റേറ്റ് ചെയ്തോളൂ. എന്തായാലും നടനാവാൻ പോവാണ്, അതിനുള്ള അവസരമാണ്. ഒരു ഓഡിഷൻ ആയിക്കോട്ടെ, അല്ലേ? എന്തായാലും ആക്ടർ ആവാൻ പോവാണ്, അല്ലേ? ഈ ബിഗ് ബോസിന് മുമ്പിൽ വെച്ചാന്നറിയോ? നോറേ ചെയ്യാൻ പറ്റും. പറയരുത്, ആളെ പറയരുത്, ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഓറ വേണ്ടട്ടാ. അയ്യേ, പിന്നെ എനിക്ക് വേറെ ചെയ്യാൻ അറിയില്ല. എന്നാ നോറ ഒന്ന് ചെയ്തേ, കാണട്ടെ. സ്കിപ്പ് ചെയ്യാം ആ ചോദ്യം. ഓക്കെ, വേണ്ട. പക്ഷെ നോറ എന്ന് മനസ്സിലായി. നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ ഈ ചോദ്യം നിങ്ങളിപ്പോ ബിഗ് ബോസ് ഹൗസിലാണ് എന്നോട് ചോദിക്കണമെന്ന് വെച്ചോ, ഞാൻ അവിടെയുള്ള 24 വരെ ആക്ട് ചെയ്ത് കാണിക്കും. കാരണം അതിന് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് അവിടെ അത് ടാസ്ക് ആണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോ എനിക്കിപ്പോ ഇവരുടെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഒന്നും എന്തെങ്കിലും കപ്പിന്റെ രൂപത്തിൽ എന്തെങ്കിലും കൊടുക്കോ ചേട്ടേ? അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ ആദ്യം തൊപ്പിയെ കാണാൻ പോയത് പലർക്കും ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. തൊപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ നമ്മൾ മറ്റുള്ളവർ എങ്ങനെയാണെന്നല്ല നോക്കുക, നമ്മളോട് എങ്ങനെയാണെന്ന് നോക്കണം. മറ്റുള്ളവരോട് എങ്ങനെയാണെന്നല്ല, നമ്മളോട് എങ്ങനെയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ചാനലിലൂടെ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് ഫ്രണ്ട് മീറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അല്ല, തൊപ്പിന്റെ കൂടെ ഉള്ള ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടോയ്, ചേട്ടാ ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? അച്ചായന്റെ ചിളങ്ങനെ ചെയ്യാൻ കണ്ടില്ലെങ്കിൽ പിന്നെ അതെ, അച്ചായനൊരു കീട്ടിലും കൈയടി കൈയടിക്ക്. അച്ചായ എന്നെ സ്വന്തമാവാ, അല്ലേ? ചേട്ടാ ഞാൻ വിളിച്ചാലേ ചേട്ടനൊന്ന് മാറിക്ക്. ഞാൻ മറന്ന മതി. ഞാൻ സൈഡിലോട്ട് ഇരിക്കാം. ചേട്ടാ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ? ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. നീ ഒന്ന് ഡീൽ ചെയ്യേ. ആയിക്കോട്ടെ. ചേട്ടാ ഇരിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖം. തൊപ്പിച്ചേട്ടൻ എവിടെ? വീട്ടിലുണ്ട്. ആളുടെ പനിയായിട്ടിരിക്കുക. ഞാൻ കട്ട ഫാനാ. കട്ട ഫാനാണ്. സുന്ദരികളായ പെൺകുട്ടികളെല്ലാം അവന്റെ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ തൊപ്പിച്ചേട്ടന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ വന്നത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. എന്തോ സുന്ദരികളായ പെൺകുട്ടികളെല്ലാം ആ പൊട്ടന്റെ ഫാനാ. എനിക്ക് ആരും ഇല്ലെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ. ചേട്ടനെ രതീഷ് ചേട്ടനെ പ്രായാധിക്യം കൊണ്ട് ഇപ്പൊ കണ്ണും കൂടി കാണാണ്ടായി. ചേട്ടാ എന്താ ചേട്ടാ കണ്ണടില്ലേ? അപ്പൂപ്പനായോ? പുള്ളിക്ക് എപ്പോഴും ഈ ഉണ്ടയുടെ വിചാരമേ ഉള്ളൂ. ഉണ്ടാ ചോദിക്കൂ. ചേട്ടാ ഈ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്തോ?
നമ്മുടെ കാലടിയിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷം. ഞാൻ ജിൻഡോപ്പൻ വഴിയാണ് കാലടി ഇത്ര അങ്ങ് അടുത്തറിയാൻ പറ്റിയത് കേട്ടോ. ജിൻഡോപ്പൻ എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഫ്രണ്ടാണ്. എല്ലാരും PR ആണോ എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അവിടെ ഇരുന്ന് ഉത്തരം പറയാൻ വേണ്ടി വെമ്പുമായിരുന്നു. കാര്യം ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ PR ആകും? തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ്. എന്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറയാം. അത് എന്റെ ഒരു കടമയാണ് ഇവന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അതിപ്പോ എന്റെ ചങ്കായിട്ടുള്ള തൊപ്പി ഞാനും കൂടി ഒരു വീഡിയോ ഒക്കെ ചെയ്തതിന് PR എടുത്ത് പൊക്കി പിടിച്ചു നടക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ചേട്ടാ എന്നാ പിന്നെ സ്വന്തം കൂട്ടുകാരന് വേണ്ടിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കോ? പിന്നെന്താ കുറച്ച് ഇടി ഞാൻ അങ്ങോട്ട് പോവാൻ വേണ്ടി രണ്ടിടി ഇട്ടോളൂ. 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അവന് ഇടി കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജിൻഡോ ചേട്ടൻ ഇടിക്കണോട്ട് വേദനിക്കണില്ല. ഞാൻ വെച്ച് രോഹൻ ചേട്ടൻ 2 ഇടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല ജിൻഡോ ചേട്ടൻ തരൂ, വാങ്ങിയാ മതി. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ചക്കത്തിലോട്ട് പോവാം. ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണത്തിന്റെ നല്ല ക്ഷാമം ഉണ്ടായത് ആരോഗ്യത്തെ നന്നായി ബാധിച്ചു. സത്യം പറഞ്ഞ ബാധിച്ചല്ല. എന്താ കാരണം അറിയോ? ഞാനിങ്ങനെ സ്ലിം ആവാൻ ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു. കാരണം ബിഗ് ബോസ് ആണ് ഇപ്പൊ എന്നെ മേക്ക് ഓവർ ചെയ്തത്. കാരണം ഇപ്പൊ സിനിമയൊക്കെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ പഴയ കോലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലെ വല്ല ഗുണ്ടയായിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഏത് റോളും ചെയ്യാൻ പറ്റും. ആ കാരണം ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരെ മതി എന്ന് പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും കാരണം അവരാണ് എന്നെ മേക്ക് ഓവർ ചെയ്തത്. ഞാൻ ഇവിടെ മറ്റുള്ള ആൾക്കാരെ മേക്ക് ഓവർ ചെയ്യുന്നതിലേക്ക് അവരെന്നെ മേക്ക് ഓവർ ചെയ്തു. അത് നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോയാലോ? എന്തോ അല്ല, ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് ഇവന്റെ ജിമ്മിലോട്ട് പോകണ്ട. നിങ്ങൾ മാത്രം എന്താ സ്വകാര്യം പറയാം. ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് ഇവന്റെ ജിമ്മിലേക്ക് പോകണ്ടല്ലോ. അടുത്ത കൊല്ലം ബിഗ് ബോസിലേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചതായിരുന്നു. ആ അത് ശരിയാ. ആള് ജിമ്മിൽ വന്നിട്ടുള്ളതാ. ആണോ? ചേട്ടന് ജിം ആലുവയിലല്ലേ? എല്ലായിടത്തും ഉണ്ട്. അല്ല, ആലുവയിൽ ഞാൻ ജിമ്മ് കണ്ടിട്ടുണ്ട്. എന്റെ വീട് ആലുവയില. പാലാരിവട്ടത്തുണ്ട്, അവിടെയാണ് ഞാൻ പോവാറ്. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം. ഞാനാണെങ്കിൽ ഒരു പാട്ട് ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ അത് ഏത് പാട്ടാന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജിൻഡോ ചേട്ടനെ സഹായിക്കാട്ടോ. ഓക്കെ, തുടങ്ങാം. അടിയല്ലേ? മുറ്റടിക്കുന്ന ചേട്ടാ പാട്ടാട്ടോ. പാട്ടിന്റെ സിനിമയുടെ പേരല്ല. അല്ലല്ല, പാട്ട്. അയ്യോ, തെറ്റി. ഞാൻ കുറച്ചും കൂടെ ക്ലൂ തരാം. ഓക്കെ, മുറ്റത്തെ മുല്ലേ ആണില്ല. മുറ്റത്തെ മുല്ലേ ചൊല്ല്. ആണോ? സെറ്റ്. ഹാപ്പി അല്ലേ? താങ്ക് യു. ആരാ പറഞ്ഞേ? ചേട്ടൻ പറഞ്ഞേ. ഓ, ഉത്തരം വന്ന നടന്നല്ലേ? കാലിക്കാര് പിള്ളേരാണ് എന്തായാലും. ഞാനങ്ങോട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചക്കത്തിലോട്ട് പോവാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ബിഗ് ബോസിന് മുമ്പ് കൊടുത്ത ലൈഫ് സ്റ്റോറി ഇന്റർവ്യൂ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഗുണം ചെയ്തിട്ടുണ്ട്. ഇടിക്കങ്ങട് ഗുണം ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയായിരുന്നു? നമ്മളുടെ ക്യാരക്ടർ എന്താണ്, നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, നമ്മൾ നേരത്തെ പറയുന്നത് അത് നിങ്ങൾ ഇറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലതല്ലേ നമുക്ക്? അതെ, തീർച്ചയായിട്ടും. ചേട്ടാ, അതാണ് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. താങ്ക് യു. എല്ലാരും കൈയടിക്കേ. ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ ഇരിക്കണു. സിനിമയിലൊക്കെ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞല്ലേ? ഇത് ശരിക്കുള്ള ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ. അതെ. ചേട്ടാ ഒന്ന് എണിച്ചൊന്ന് എല്ലാരും ഒന്ന് കാണട്ടെ. ഷാജി പാപ്പന് കൈവയ്ക്കേ. ഷാജി പാപ്പൻ കൈവയ്ക്കേ. ചേട്ടാ, എന്നാലും ചേട്ടന് ഷാജി പാപ്പന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ. ഷാജി പാപ്പന് കല്യാണമായിരുന്നു കഴിഞ്ഞ മാസം. ചേട്ടന് വരാൻ പറ്റില്ല, ബിഗ് ബോസിലായിരുന്നു. കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ കെട്ടിക്കാം. അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതായിരുന്നു. ചേട്ടന് വേണ്ടി ഒന്നുകൂടെ. ചേച്ചി കുഴപ്പമുണ്ടോ? എന്നാ പിന്നെ നമുക്ക് അവിടെ പിള്ളേരുടെ പരിപാടിക്കാവാം. ചേച്ചിക്കല്ലേ കുഴപ്പമുള്ളൂ, പുള്ളിക്ക് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്നാ എന്റെ ജോലി പോകും ചേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത പക്കത്തിലോട്ട് പോവാം.
ഇതെന്നാന്നറിയോ? ഇവിടെ നമുക്ക് കുറെ സുന്ദരന്മാരായ ചേട്ടന്മാരുണ്ട്. അപ്പം ജിൻഡോ ചേട്ടന്റെ ഒപ്പം പുഷപ്പ് എടുത്ത് തോപ്പിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ഞാൻ അതിന്ന് ആർക്കെങ്കിലും പറ്റുമോ ചേട്ടന്റെ ഒപ്പം പുഷപ്പ് എടുത്ത് തോപ്പിക്കാൻ? ചേട്ടൻ തോപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ചേട്ടൻ വരുമോ? ചേട്ടൻ വരുമോ? അഭിഷേക് ചേട്ടൻ വരുമോ? വാ ചേട്ടാ. എന്താ ചേട്ടാ വാ. ഒരു കാര്യമുണ്ട്. ചേട്ടൻ വരുമോ? പാട്ട് പാടി തോപ്പിച്ച ഇത് പുഷപ്പാണ്. ആരാ വരുന്നേ? കാലടിക്കാർ അത്രയ്ക്ക് മോശക്കാരല്ല. കാര്യം നിന്നെ ആരും എല്ലാരും കൈയ്യടിയെടുക്ക്. എന്താ പേരെന്താ? രോഹിൻ. ചേട്ടൻ തോപ്പിക്കോ? ചേട്ടാ വാ തുടങ്ങല്ലേ നമുക്ക്. ഒരാളും കൂടെ വേണോ? അഭിഷേക് ചേട്ടൻ വരുമോ? ചേട്ടാ എന്നാ ചേട്ടാ വാന്നേ. ചേട്ടാ ഇത്രയും അയ്യോ അവിടെ ഒരു പച്ച ചേട്ടൻ വന്നിട്ട്. ചേട്ടാ വാ ചേട്ടാ വാ ഇവിടെ വരെ നടന്നു വന്നല്ലേ. ചേട്ടാ ഒന്ന് വാ ചേട്ടാ. എത്ര കാര്യമായിട്ട് വിളിച്ചാലും ഒന്ന് വായോ. ഇത്രയും നല്ല ബോഡി ഉണ്ടായിട്ട് എല്ലാരും കൈയടി എടുക്ക്. ചേട്ടാ ഞാനും ജിമ്മി പോണ്ട് കേട്ടോ. പക്ഷെ ഒന്നും കാണാനില്ലെന്നുള്ളൂ. ജിന്നോ ചേട്ടൻ വരണം. അയ്യോ വാ പഞ്ചല്ല പുഷപ്പാണ്. പുഷപ്പ് ചേട്ടനുണ്ട് ഇതില്. ചേട്ടനുണ്ട്. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കണ മനുഷ്യനാ. ഇത് 1 2 3 4 5 5 പേര് തമ്മിലുള്ള കോമ്പറ്റീഷനാ. ഓക്കെ എനിക്കും പറയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പങ്കെടുക്കും. ഇല്ല ചേട്ടനും പങ്കെടുക്കണം. ചേട്ടൻ പങ്കെടുക്കണ്ടേ? ഒന്ന് കൈയ്യടി എടുക്ക. ഒരു കൈയ്യടി എടുക്ക. ചേട്ടൻ വരാൻ പോണോ? അയ്യോ എനിക്ക് വേറൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ നമ്മുടെ മട്ടാഞ്ചേരി മാറ്റിൻ ചേട്ടന്റെ കൂടെ നമ്മുടെ ടീമിലൊരു ചേട്ടൻ പുഷപ്പ് എടുത്തായിരുന്നു. തോറ്റുപോയി. പക്ഷെ ചേട്ടനെ ഒന്നുകൂടെ വിളിക്കുവാണോ? വാ ചേട്ടാ. സനി ചേട്ടാ വാ പ്ലീസ്. ഞങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞത് നമ്മൾ തോറ്റു കൊടുത്തതാണ്. ചേട്ടൻ ജയിച്ചോട്ടെ തോറ്റു കൊടുത്താന്നാ പറഞ്ഞത്. തെളിയിക്കാൻ ഒരു അവസരം. ഇങ്ങോട്ട് വാ. ഹലോ എന്നാ ചേട്ടാ ഒരു കാര്യണ്ട്. എന്തോ? ഞങ്ങളെല്ലാരും പുഷപ്പ് കൂടെ ഞാൻ എണ്ണാം പറ്റില്ല. നിങ്ങൾ പുഷപ്പ് ഞാൻ എണ്ണാം 1 2 3. അതെ സമത്വമാണല്ലോ. അതെ അതുകൊണ്ട് താങ്കളും പുഷപ്പ് എടുത്തേ ചേട്ടാ പറ്റുള്ളൂ. തുടങ്ങല്ലേ നമ്മള്. വാ ചേർന്ന് വാങ്ങിയെടുത്ത്. രോഹിച്ചേട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞാനിവിടെ ഒറ്റയ്ക്ക്. ഇതൊന്ന് വന്നേ. മല്ലയ്യ അനുഗ്രഹിക്കൂ. ഇനി വരണ്ട, കഴിഞ്ഞു. എനിക്കും ഭാരമുണ്ട് ചേട്ടൻ പങ്കെടുക്കും. എന്തോ എനിക്ക് ഭാരമുണ്ട് ചേട്ടൻ. ചേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ. അതെ എനിക്ക് ഭാരം എന്റെ ഉണ്ടായ പങ്കെടുക്കും. ചേട്ടാ ഞാൻ എങ്ങനെയാ എപ്പോഴും കുഴപ്പമില്ല ചേട്ടാ. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാ. അല്ല ഞാൻ എനിക്ക് പറയാം എല്ലാ കാര്യങ്ങളും നേരെ ഉറങ്ങി കിടന്ന ആൾക്കാർ ഇപ്പൊ ഉണർന്നത് ചേട്ടന് പുഷപ്പ് കാണാൻ വേണ്ടിട്ടാ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്തോ? ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ബിഗ് ബോസിന് കപ്പ് മേടിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ വന്നപ്പോ ഫസ്റ്റ് എന്റെ കയ്യിലാണ് ജിൻഡപ്പൻ കൊണ്ടുവന്ന് തന്നത് കപ്പ്. അതേപോലെ ഇപ്പൊ രക്ഷപ്പെടാന്നാ വിചാരിച്ചത്. നടക്കത്തില്ല. നോക്കാം ചേട്ടാ കിടക്ക് 1 2 3. വെറുതെ ഓക്കെ ഗൈസ് ഒന്ന് പ്രോത്സാഹിപ്പിക്കേ. കിടക്ക് 1 2 3. കിടക്ക് 1 2 3 ഗോ. തുടങ്ങണല്ലേ? എന്താണ് തുടങ്ങാത്തെ? ചേട്ടൻ തുടങ്ങി. രതീഷ് ചേട്ടൻ തുടങ്ങി. കിടക്കങ്ങോട് 1 2. അല്ലല്ലോ ഇതെന്താ? ഞാൻ കാണാം. ചേട്ടന്റെ കൂടെ ചേട്ടൻ ഇത്രയും ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ചേട്ടൻ ആരെ നിർത്താന്നറിയാം. നമുക്ക് ആരെ രതീഷേട്ടൻ കിടന്നു. ജിന്ന തോറ്റു. ചേട്ടാ ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ.
ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യ. എന്താണ് ചത്തു ഞാൻ മത്സരിക്കാനില്ല, ഞാൻ 5 അടിക്കാം. മത്സരിക്കാനില്ല, നിങ്ങൾ കാലിക്കാർക്ക് വേണ്ടി 5 അടിക്കാം. മത്സരിക്കില്ല. ഒരു പൊന്ന് സനിച്ചേട്ടൻ മൈൽസ്റ്റോൺ മാനം കാക്കണേ. എണ്ണുന്നുണ്ടോ ചേട്ടൻ? എണ്ണുന്നുണ്ടോ? ആശാൻ ഇറങ്ങിയ പിന്നെ ശിഷ്യന് ഇറങ്ങണമല്ലോ. എന്താ അയ്യോ ചേട്ടാ, നമ്മള് മൈൽസ്റ്റോൺ മാനം കാക്കണ്ടേ? എന്നാ പോയിക്കോ. ആരും കണ്ടില്ല, വേഗം പോക്കോ. ഇയാളുടെ പേരെന്താ? രോഹിൻ. രോഹിൻ നേരത്തെ അപ്പം പോലെ തുടങ്ങിയതാണോ? ഇതുവരെ നിർത്തിയിട്ടില്ലേ? നിനക്കെന്താ പ്രാന്താണോ? എന്നാണത്? എന്താ? കൺഗ്രാറ്റ്സ്. അതിനിടയ്ക്ക് ഒരാള് ഇരുന്ന് തോന്നക്കൽ പഞ്ചായത്തിൽ അരി വറുക്കുക. ഞാൻ കട്ടയ്ക്ക് പിടിച്ചായിരുന്നു ലാസ്റ്റ്. അവന്റെ ഒപ്പം തന്നെ നിന്ന് ഞാൻ പുഷപ്പെടുത്തായിരുന്നു, കണ്ടില്ലായിരുന്നു? ചേട്ടൻ കുറച്ച് വൈകിയല്ലേ കഴിഞ്ഞത്? ഞാൻ കട്ടയ്ക്ക് പിടിച്ചു എന്ന് പറഞ്ഞതാ. തൊട്ടടുത്ത് തന്നെ നിന്ന് ഞാൻ പിടിച്ചില്ല. താങ്ക് യു ഗൈസ്. നല്ലൊരു കൈഡി കൊടുക്കണം. ഇയാളുടെ പേരൊന്നും എല്ലാരും നല്ലൊരു കൈഡി കൊടുക്കണം. നല്ലൊരു കൈഡി. എന്താണ്? ആ, ഞാൻ പഠിച്ച കോളേജാ. പൊളിക്കും ഏടാ. ഫോട്ടോ എടുക്കണോ? അതെടുത്തല്ലോ. ഗിഫ്റ്റ് കൊടുക്കും, ഇത് കഴിഞ്ഞ് കൊടുക്കും. ഏതാ? അല്ല, ഇയാളുടെ ഒരു മിനിറ്റ്. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന്. അത് ജഡ്ജസ് നോക്കണമായിരുന്നു. അത് എണ്ണം വെച്ച് ഇയാളാണ് ഏറ്റവും കൂടുതൽ പുഷപ്സ് എടുത്തതെന്നാണ് പറഞ്ഞത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ, നല്ലൊരു കൈയ്യടി. ഇയാളുടെ പേരൊന്ന് പറയൂ. അജയ്. ജിൻഡപ്പന്റെ അടുത്ത് നോക്കൂ. അപ്പൊ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ പുഷപ്സ് എടുത്തത് അജയ് ആണെന്ന് പറയുന്നത്. നല്ലൊരു കൈയ്യടി കൊടുത്തു. താങ്ക് യു. ഏറ്റവും കുറവ് എടുത്ത പുഷപ്സ് ഞാനാണ്. നല്ലൊരു കൈയ്യടി തരൂ. ഞാൻ ഈ മത്സരം വീക്ഷിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ജഡ്ജ് അടിക്കുന്ന ആളാണ്. ഇവര് രണ്ടാളും വിന്നേഴ്സാണ്. ഓക്കെ ചേട്ടാ, താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. എന്തായാലും ഓൾ സ്പെഷ്യൽ വേണമെങ്കിൽ ഒരു ഓഫർ വാങ്ങിട്ട് പോക്കോ. ജനുജന്റെ ആലുവ ജിമ്മില് ഒരു ഫ്രീ ആയിട്ടുള്ള അഡ്മിഷൻ വേണമെങ്കിൽ ഇപ്പൊ ഒപ്പിച്ചോ. ഞാൻ വരാട്ടോ. ലൈഫ് ലോങ് അഡ്മിഷൻ പോരെ? ഇതിന് ചെലവ് വേറെ വേണം കേട്ടല്ലോ. ഒരു കൈഡി കൊടുത്ത ഇതിനേക്കാൾ വലിയ ഓഫർ വേറെ കിട്ടാനുള്ള അല്ലേ? എന്നാ ഞാനോട്ട് കാലി കൊടി ഇവിടെ ഉണ്ട്. ബോഡി കപ്സ്, കാലി ബോഡി കപ്സിലും. കാലിയോ? ആ ഓക്കെ. ആലുവയിൽ വന്നാ മതിയില്ല, നമ്മുടെ വീടിനടുത്താ. അല്ല, എവിടെയും വരാം. ചേട്ടാ, എന്റെ കൂടെ ശ്വേത ചേച്ചി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ എടുത്ത ചേച്ചി. ആരാ? ശ്വേത ചേച്ചി. ആ ചേച്ചി ഉണ്ടേ. ഒരു കാര്യം ചെയ്യും, പഞ്ചായത്തുള്ള ബാക്കിയുള്ളവർ ഫ്രീ അഡ്മിഷൻ അല്ലേ? ഫാമിലി മൊത്തം വിളിച്ചോ? ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. മൊത്തം വിളിച്ചോ? ഓക്കെ ശരി ചേട്ടാ, ബൈ. കുറെ പേരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ട്രെയിനറായിട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ചെറിയ കുട്ടികളുടെ പല കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നാടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും അതിന്റെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൊരാളായിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയധികം ഫാൻസ് ഉണ്ടായത് ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷമല്ല, ഇതിന് മുമ്പേ ഈ ആൾക്കൂട്ടം ഉണ്ട് ജിനു ചേട്ടനൊപ്പം. ആണോ? എല്ലാ മേഖലയിലും ഉണ്ട്. അത്യാവശ്യം ഇത്രയധികം ടൈറ്റിലുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ബോഡി ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നാഷണൽ ലെവലിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും ആരും കൊതിക്കുന്ന ഒരു അത്രത്തോളം ടൈറ്റിലുകൾ ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നേടിയെടുത്ത ഒരാളാണ്. അതിൽ ആ കൂട്ടത്തിലാണ് ബിഗ് ബോസ് വിന്നർ ആവുന്നത്. ഏറ്റവും അത്രയും പ്രൗഡായിട്ടുള്ള ഒരു നിമിഷം ശരിക്കും ഏതന്നെയായിരുന്നു? ബിഗ് ബോസ് വിന്നർ ആയിരുന്നപ്പോൾ തന്നെയായിരുന്നതോ മറ്റേതെങ്കിലും ടൈറ്റിൽ ആയിരുന്നോ? ബിഗ് ബോസ് വിന്നർ ആവാന്ന് വെച്ചാൽ നമ്മള് ഈ ലോകം മൊത്തം അറിയാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നർ തന്നെയാണ് ഈ ലോകത്തിൽ തന്നെ. കാരണം എല്ലാ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആദ്യം ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് എത്തി. കേരളത്തിൽ, ഇന്ത്യയിൽ വന്നു, പിന്നെ കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വന്നേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ലോകം മൊത്തം അറിയാണ്. അതിനകത്ത് ഇപ്പൊ 2 ലക്ഷത്തിൽ കൂടുതലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യനെറ്റിൽ ആപ്ലിക്കേഷൻ തന്നെ ഇതാണ് വന്നത്. അപ്പൊ അത് അതിനകത്താണ് 25 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കയറ്റണേ. അപ്പൊ തന്നെ ഞങ്ങൾ വിന്നായി. 25 തന്നെ ഓൾറെഡി വിന്നായി അല്ലെ? സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് 100 ദിവസങ്ങൾ 25 പേര് സെലക്ട് ചെയ്ത് എല്ലാവരും വിന്നറാണ്. അതിനകത്ത് കയറാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല.
ആ കയറി കിട്ടിയ ലക്കാണ്. ഇപ്പൊ നമ്മൾ സീസൺ 6 കണ്ടത്. കഴിഞ്ഞ സീസണിലൊക്കെ 5 സീസണുകളിൽ നമ്മൾ കുറേ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എപ്പം മുതലാണ് ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു വലിയ വേദിയെ ജിൻഡോ സ്വപ്നം കാണാൻ തുടങ്ങിയത്? ഞാൻ സീസൺ 2 തൊട്ട് ഇതിനകത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നതൊക്കെ എന്നുള്ള എൻ്റെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ എൻ്റെ മാഷന്മാരോ അവരാരെങ്കിലും അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നോട് ഇങ്ങോട്ട് പറയും. എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, ഞാൻ ഒരു പോട്ടെ. പിന്നെ ഈ തവണ ഞാൻ എന്തായാലും എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞായിരുന്നു കൊടുക്കും എന്നുള്ളത്. അല്ല, കഴിഞ്ഞ കൊല്ലേ പറഞ്ഞു ഞാൻ, ഇനിയും നിങ്ങൾ കൊടുക്കണ്ട, ഈ കൊല്ലം ഞാൻ പോകുന്നുണ്ട്, ആരും കൊടുക്കണം, ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ആ ഒരു വർഷം നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ ചെയ്യാം. ഞാൻ എന്തായാലും എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരോടെ അങ്ങോട്ട് പോണത്. തിരിച്ചു വരുമ്പോൾ ഞാനൊരു ലെവലിൽ വരലെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ പോണത്. കാരണം അതൊക്കെ റെഡി ആക്കിയിട്ടാണ് പോണത്. കാരണം ഇപ്പോഴും നമ്മൾ ഡെഡിക്കേഷനിലാണ്. അതെ, ഈ പോകുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി പറഞ്ഞു ഇത്രയും 25 പേരിൽ ആ ലിസ്റ്റിൽ പെട്ടാൽ തന്നെ വിന്നറായി എന്നുള്ളത്. പക്ഷേ ആ നമുക്കൊപ്പമുള്ളവരും സഹമത്സരാർത്ഥികളും പല രീതിയിലേക്കാണെങ്കിലും പരാമർശങ്ങളാണെങ്കിലും വിവാദങ്ങളാണെങ്കിലും എപ്പോഴും ഈ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ 100 ദിവസങ്ങളിലാണെങ്കിലും അത് കഴിഞ്ഞ് ഇതുവരെയുള്ള വിജയ അല്ലെ ആ ഒരു വഴി പിന്നിടുമ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം പരാമർശങ്ങളും വിവാദങ്ങളൊക്കെ എത്തരത്തിലാണ് എടുക്കുന്ന രീതി എങ്ങനെയായിരുന്നു ശരിക്കും? അവിടെ 25 പേര് ഉണ്ടായാൽ ഇപ്പം നമ്മുടെ രതീഷ് ഭായി ചോദിച്ചു ബാക്കി എല്ലാവരും നമുക്കൊരു ഗെയിം ഓപ്പോസിറ്റ് കളിക്കുന്ന ആളായിരുന്നു. അപ്പോൾ 23 പേരും ഇപ്പം ഒരു വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വീട് ഒരു ചെറിയ വീടാണ്, അത്യാവശ്യം വലിയ വീടാണ്. ആ വീടിനകത്ത് നമ്മൾ എല്ലാവരും ഒരാളുടെ മേത്തേക്ക് പ്രഷർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ തലച്ചോറൊക്കെ ഇവിടുന്ന് കറങ്ങും കിടന്ന്. അത്രയും ഒരു ഫോണും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, ആ സെന്റിമെന്റ്സ് ഒക്കെ തന്നെ വന്നു പോകും. ഇപ്പം നമ്മുടെ കരച്ചിൽ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ എല്ലാവരും തുള്ളിച്ചാടുപോലെ, സങ്കടം വരുമ്പോൾ പൊട്ടിക്കറിയില്ലേ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് ചെറുപ്പത്തിലുണ്ടാവുന്ന ഫീലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആരായാലും വരരുത്. കാരണം ഞാനൊന്നും അങ്ങനെ കരയാത്ത മനുഷ്യനാണ്. അറിയാണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്, കുറെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് ഷോ നടക്കുന്ന സമയത്ത് വീടിനകത്ത് അല്ലെ, ഇപ്പൊ പലരും എന്നുള്ള രീതിയിലേക്ക് അതുപോലെ തന്നെ വീടിന് പുറത്തോട്ട് വരുന്ന സമയത്ത് ജിൻഡോനെ പറ്റി പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ചെയ്തിട്ടൊക്കെ. ഇപ്പോൾ മൈൽ സ്റ്റോൺ തന്നെ ഹോട്ട് സീറ്റിൽ പല രീതിയിലേക്കുള്ള ജിൻഡോ ഒരു സംസാര വിഷയമായിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് പുറത്ത് വരുമ്പോൾ ഇത് അറിഞ്ഞിരുന്നോ? ഇങ്ങനെയൊക്കെ സംസാരിച്ചതും കേട്ടും കണ്ടിട്ടില്ല? ഇല്ല. എങ്കിലൊരു വീഡിയോ കാണിക്കട്ടെ. ജിൻഡോ മാർക്കറ്റിംഗ്, സ്വയം മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ ഞാനകത്ത് നമ്മൾ ജിൻഡോ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അവസാനം മറ്റേ പവർ റൂമിലുള്ളവർ വന്ന് പറഞ്ഞു ജിൻഡോ ഫുൾ ടൈം ഗസ്റ്റിന്റെ കൂടെ നടക്കേണ്ട കാര്യമില്ല. കഠിനാധ്വാനം. ഓക്കെ, അത് ജിൻഡോ ചേട്ടൻ ആണ്. ജിൻഡോ ചേട്ടൻ എന്ന് വെച്ചാൽ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ അത് എപ്പോഴും അവിടെ വെച്ച് ഞാൻ ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞു പുള്ളി ഹാർഡ് വർക്കറാണ്. ജിൻഡോ എപ്പോഴും പാടുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഒരു പാട്ടുണ്ട്, വേഷങ്ങൾ വേഷങ്ങൾ ജന്മങ്ങൾ. അതില് ഒരു വരി ജിൻഡോ ആഡ് ചെയ്തപ്പോഴും പാടും, വേഷം മാറാൻ നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം. ഇതെന്നും പാടുന്ന ഒരു പാട്ടാണ്. ഒരു ശിക്കാരി ശംഭു പോലെയാണ്, മനസ്സിലായ ആള്. ഭയങ്കര മണ്ടത്തരങ്ങളും ഒരുപാട് ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കുന്നില്ല ഇന്ന് വരെ. കഴിവുണ്ടല്ലോ, അതൊരു ഭാഗ്യവും നിഷ്കളങ്കനാണ് ഭയങ്കര. ജിൻഡോ എന്ന് പറയുന്നത് എക്സ്ട്രീം വേറെ ലെവലാണ്. ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോ ചേട്ടനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കയറുന്നതിന് മുമ്പും ബുദ്ധിപരമായി അദ്ദേഹം കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാൻ അദ്ദേഹത്തിന് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയി. അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടും അത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. ഒരു പ്രഥമ സീസൺ, ഫസ്റ്റ് സീസണിലെ വിന്നർ മുതൽ ഈ സീസണിലെ സഹമത്സരാർത്ഥികൾ വരെ ഉണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ അല്ലെ. ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിക്കുള്ള അവിടെ ബുദ്ധിമാൻ ജിൻഡോ ചേട്ടനാണെന്നുള്ളത്. ഈ മണ്ടൻ കളികളൊക്കെ എവിടെയൊക്കെ ഒരു ഗെയിം പ്ലാന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ശരിക്കും ഗെയിം പ്ലാന്റെ ഭാഗമല്ല, എന്തായാലും നമ്മളെ മണ്ടനാക്കി. ആ മണ്ടപ്പെട്ട ഞാൻ അങ്ങോട്ട് ചാർത്തി. ആ മേടിച്ചിട്ട് ലാലേട്ടനോട് ഞാൻ താങ്ക്സ് പറഞ്ഞത്. താങ്ക് യു ലാലേട്ടെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നമ്മളെന്താന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പണി തുടങ്ങി. കാരണം ഒരു മണ്ടനായിരുന്നു കാണിച്ചു കൊടുക്കണ്ടേ. അതെ, ശരിക്കും ആ വിളിയിൽ അവിടെ നിന്ന് മുതലാണോ ശരിക്കും ഒരു ഗെയിം സ്പിരിറ്റ് ജിൻഡോ എന്നൊരു കണ്ടസ്റ്റന്റിലോട്ട് വന്നത്? അതെന്താ അറിയോ, നമ്മൾക്ക് അത്യാവശ്യം കഴിവുള്ളവരുടെ കയ്യിലേക്ക് എല്ലാവരും കൂടി നമ്മൾ അടിച്ചമർത്താൻ നോക്കിയാൽ അവരെ കഴിവ് കൂടുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർ കുറച്ചൊരു കൂടെ നിൽക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരും കൂടി വളർന്നു വന്നേനായത്. പക്ഷെ ഞാൻ ആരും കൂടെ നിർത്തിയില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകൂടാൻ വന്ന ആൾക്കാർ വരെ നമ്മൾ മാക്സിമം നമുക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരു അത് അവർ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഗെയിം കളിക്കാൻ വന്നതല്ലേ. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്. ആര് സംസാരിച്ചാലും അവിടുത്തെ ഗെയിമർ എന്നുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ.
പലരും ആ പരാമർശങ്ങളിലെ എടുത്തു പറയേണ്ടത് ശ്രീരേഖ ചേച്ചിയുടെ പാട്ടായിരുന്നു അല്ലെ? എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ എടുത്ത ഒരു ഫീൽ കിട്ടി. ഈ പാട്ടല്ലേ? ആ സത്യല്ലേ? വേഷങ്ങൾ ദൈവങ്ങൾ വേഷം മാറാ നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം. ഇതെനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് ആ വേഷപ്പകർച്ച അറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കുറെ അധികം അല്ലെ ലിറിസിസ്റ്റിന്റെ അല്ലെ റോള് കൂടെ ഇനി കാണേണ്ടിയിരിക്കുന്നത്. സ്പോട്ടിലാണ്, നിമിഷകവിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്.